ഇറാന് മുന്നിൽ അമേരിക്ക ഒരു പുതിയ ആണവ കരാർ നിർദ്ദേശം അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഇറാൻ അത് നിരസിച്ചതായ തരത്തിലാണ് ഇപ്പോൾ കൂടുതലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച ആണവ നയം തങ്ങളുടെ താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇറാൻ അമേരിക്കയുടെ പുതിയ ആണവ നയം ഇപ്പോൾ കൂടുതലും തള്ളിയിരിക്കുന്നത്. മാത്രമല്ല, യുറേനിയം സമ്പുഷ്ടീകരണം തുടരണമെന്നാണ് ഇറാൻ ഉയർത്തുന്ന ആവശ്യം. പക്ഷേ അമേരിക്ക അത് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനെ തുടർന്നുകൊണ്ട് ആണവ കരാറിനുള്ള ചർച്ച എങ്ങും എത്താതെ തന്നെ പാതി വഴി നിൽക്കുകയാണ് ശരിക്കും. ആണവ കരാറിനായുള്ള പുതിയ ഓഫർ ഇറാനുമായി പങ്കുവയ്ക്കുകയും ചെയ്തെന്ന് അമേരിക്ക പറയുന്നുമുണ്ട്. കൂടാതെ അത് ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ പ്രത്യേക ദൂതനായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ഇറാൻ ഭരണകൂടത്തിന് വിശദവും അതുപോലെ സ്വീകാര്യവുമായിട്ടുള്ള ഒരു നിർദ്ദേശം അയച്ചിട്ടുണ്ടെന്നും അതുപോലെ അത് അംഗീകരിക്കുന്നതാണ് അവർക്ക് നല്ലതെന്നും, ഇല്ലെങ്കിൽ പ്രസിഡന്റ് തന്നെ ആവർത്തിച്ചതുപോലെ അവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള തരത്തിലായിരുന്നു വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റിന് മുന്നറിയിപ്പ് കൂടുതലും നൽകിയിരുന്നത്.